ഉപ്പുതറ പഞ്ചായത്തിലെ എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലച്ചതായി ആരോപണം. ടൗണുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശ്മശാനത്തിന് വാങ്ങിയ ഭൂമിയിൽ കുഴിച്ചിടുന്നതായും പരാതി. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. 2020 എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ഉപ്പുതറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നിർമ്മാണ സമയത്ത് തന്നെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവെക്കും വിധമാണ് കെട്ടിടം ബലക്ഷയമായി. ടൗണിൽ നിന്നും ശേഖരിക്കുന്ന ദ്രവമാലിന്യങ്ങൾ യൂണിറ്റിൽ എത്തിച്ച് ജൈവവളമാക്കി വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം വെച്ചത്. 2 മാസം മുമ്പ് വരെ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം നിലച്ചു. യൂണിറ്റിന്റെ തറയിൽ എലിയും മറ്റു ജീവികളും കൈയടക്കി മണ്ണിളക്കിയും കെട്ടിടം വലിയ ദുർബലാവസ്ഥയിലായിരിക്കുകയാണ്. കമ്പോസ്റ്റ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചാലും ദ്രവമാലിന്യം ശേഖരിക്കുന്നുണ്ട്. ഇവ ഇപ്പോൾ ശ്മശാനത്തിന് വാങ്ങിയ ഭൂമിയിൽ കുഴിച്ചിടുകയാണെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇതിന്റെ പ്രവർത്തനം താറുമാറായി കിടക്കുന്നു. അതുപോലെ തന്നെ ഈ തുമ്പൂർമുടിയിൽ ജോലി ചെയ്തിരുന്ന ഹരിതകർമ്മസേനയിലുള്ള അംഗങ്ങളുടെ ശമ്പളം കൊടുക്കാതെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലുള്ള തുമ്പൂർമുടി പ്രവർത്തനരഹിതമായിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞു. എന്നാൽ ഇവിടെ പൊതുശ്മശാനത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ തുമ്പൂർമുടിയിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി ഗ്രാമപഞ്ചായത്ത് കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത്. അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല. നിർമ്മാണത്തിലെ അപാകതയും എലിയും മറ്റും മണ്ണുമാന്തിയും യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് വലിയ ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് 1.5 ലക്ഷം രൂപയും പഞ്ചായത്ത് അനുവദിച്ചു. നിലവിൽ യൂണിറ്റിന്റെ ദ്രവമാലിന്യം വളമായി മാറിയ ശേഷം വാരി മാറ്റിയാൽ ഉടൻ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.